വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. എടാ ജോൺസാ. ആ അങ്കിളെ. എടാ നീ എന്താ വിളിക്കണത്? ഞാനേ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തുന്ന അങ്കിൾ അറിയായിരിക്കും. അഗസ്റ്റിനില്ലേ, നമ്മുടെ ബെക്സിമോളുടെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടെന്നേ. അന്ന് ബേക്കറിയിൽ നിന്ന് കേക്കൊക്കെ എടുക്കാൻ പോയത് ഞങ്ങൾ ഒരുമിച്ചാ. ഞാനും ഓർക്കുന്നില്ലടാ. കണ്ടാ ചിലപ്പോ മനസ്സിലാവും. എടാ ജോയി, ഇതെന്റെ മൂത്ത പെങ്ങളുടെ മോനാണ് ജോൺസൺ. എന്ത് ചെയ്യുന്നു? ഞാനൊരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യണേ. പേരിനൊരു ജോലി. എടാ ജോയി, ഒറ്റ മോനാണ്. ഇവൻ ജോലിക്ക് പോയില്ലെങ്കിലും ജീവിക്കാനുള്ളതൊക്കെ അളിയനുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ളൊരു പ്രശ്നം, ആള് പെണ്ണ് കിട്ടിട്ടില്ല. അതാണ്. അതെന്താണ്? പെണ്ണ് കിട്ടണ്ടേ? ഒന്നും അങ്ങോട്ട് ഒത്തു വരില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. പെങ്ങളുടെ മകനത് പറയണല്ല. ആള് പക്ക ഡീസന്റ് ആണ്. ഈ അങ്കിളുടെ ഒരു കാര്യം എന്താടാ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? ഞാൻ അന്വേഷിക്കാം. എന്തെങ്കിലുമൊക്കെ ഡിമാൻഡൊക്കെ ഉണ്ടോ? എന്തു ഡിമാൻഡ്? പെണ്ണ് നല്ലതാണോ? അളിയനെയും പെങ്ങളെയും നന്നായിട്ട് നോക്കാൻ പറ്റുന്നതാണോ? അപ്പ കെട്ടാണ് അല്ലേടാ? ഒന്ന് പോവാങ്കിളെ. അവന്റെ ഒരു നാണം കണ്ടില്ലേ? അല്ല, ചേട്ടൻ എവിടെ വർക്ക് ചെയ്യണ? ഞാൻ അങ്കിളിൻ്റെ കൂടെ വർക്ക് ചെയ്യണത്. എടാ, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്കിന് പോയി തുടങ്ങിയത്. ഞാനിപ്പോ വർക്കൊക്കെ പിടിച്ച് നടത്തുന്നു. ഇവൻ എൻ്റെ സൈറ്റിൽ പണിക്കാരനായിട്ട് വർക്ക് ചെയ്യുന്നു. ലേശ ഉഴപ്പിടെന്ന് വെച്ചോ, ഉത്സാഹി അല്ലെന്ന് സാരം. അത് പിന്നെ ജോൺസാ, എല്ലാവർക്കും കോൺട്രാക്ടർമാരായി ജോലി ഏറ്റെടുത്ത് നടത്താൻ പറ്റുമോ? ഇല്ല. അല്ലേ തന്നെ എന്നെ പോലുള്ള പണിക്കാരില്ലാതെ ഇവനെ പോലുള്ള കോൺട്രാക്ടർമാർക്ക് നിലനിൽക്കാൻ പറ്റുമോ? ദരിദ്രനും ധനികനുമാക്കുന്നത് കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. 1 സാമുവേൽ 2-ാം അധ്യായം 7-ാം വാക്യം. എടാ എങ്കിൽ പിന്നെ ഞങ്ങൾ ചെല്ലട്ടാ. ഓക്കെ. എന്നാ കൂട്ടുകാരൻ്റെ എവിടെ പോയാണ്? പെണ്ണ് കാണാനാണാ? അപ്പൊ പോട്ടറാ. ശരി എന്നാ. ഹലോ. പറയടാ. ഹലോ. എടാ നീ ഇറങ്ങിയ? അല്ല, എന്നെ ഇവിടെ പോസ്റ്റ് ആക്കാണ് പരിപാടി. അല്ലടാ, ഞാൻ ഇറങ്ങാടാ. എടാ ഞാനിവിടെ വന്നിട്ട് അരമണിക്കൂർ കൂടുതലായി. എടാ നമുക്ക് സമയത്തെത്താന്ന്, നീ ടെൻഷൻ അടിക്കാതിരി. ഞാൻ എത്തിക്കഴിഞ്ഞ്. എന്നാ വേഗം വരാൻ നോക്ക്. ശരി.
എടാ നീ എന്താണ് ഈ ആലോചിക്കണത്? ഞാൻ ആ പയ്യനെ കുറിച്ച് ആലോചിച്ചാണ്. ഏത് പയ്യൻ? നിന്റെ പെങ്ങളുടെ മോനെ. ഓ, ജോൺസനാ? അവനാൾ വിളിക്കനാണ്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞാണെന്ന്. ആയ കാലത്ത് പെണ്ണ് കെട്ടാൻ താല്പര്യമില്ലാണ്ട് അടിച്ചു പൊളിച്ച് നടന്നു. ഞാൻ പറഞ്ഞില്ലേ ഒറ്റ മോനാണ്. ഇപ്പൊ എന്താ തകൃതിയായിട്ട് പെണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാടാ. ഈ കല്യാണം വീട് പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ചേട്ടാ ഒരു മിനിറ്റ്. ആ ആ സാറേ, ആ ആ വിൻസെൻ്റ് സാറേ, ഞാനിപ്പോൾ ബീച്ച് റോഡിൽ സൈറ്റിൽ. എന്താ സാറേ? ഞാൻ എസ്റ്റിമേറ്റ് ഒന്ന് നോക്കിയായിരുന്നാ? അല്ല അത് സാറേ, സാറിപ്പോൾ എവിടെയുള്ളത്? ഞാൻ അങ്ങോട്ട് വരാം സാറേ, എന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം സാറേ. ആ ഛേ, എന്ത് പറ്റിയടാ? നീ എന്താ പറയാൻ വന്ന? എടാ ഈ കല്യാണം വീട് പണി എന്നൊക്കെ പറഞ്ഞാലേ. കല്യാണോ? ആരുടെ കല്യാണം? നീ എൻ്റെ പണി വയ്ക്കേ. എന്താടാ എന്ത് പറ്റി? ഛേ, 2 ആഴ്ചത്തേക്ക് പണി ഉണ്ടാകായിരുന്നു. ആ വർഗീസറിൻ്റെ പണിയില്ലേ, ക്യാൻസലായിരുന്നു. അയ്യോ, അടുത്ത ആഴ്ച തുടങ്ങായിരുന്നാണ്. ഇപ്പൊ ഉടനെ വേണ്ടെന്ന്. എടാ വർഗീസ് സാറ് നിനക്ക് മനസ്സിലായ? പിന്നെ എനിക്കറിയില്ലേ, ആ കൊച്ചമ്പലം ജംഗ്ഷൻ്റെ അപ്പുറത്തുള്ള ആ കലങ്ങിൻ്റെ പുറകിൽ താമസിക്കുന്ന സാറല്ലേ? ആ ഷേ, ഇത് അത്രക്ക് ഉറപ്പ് പറഞ്ഞ വർക്കാണ് നീ. ഇതിപ്പോ 3-4 വർക്കായി. എല്ലാം ഓക്കോയി വന്നിട്ട് അവസാനം ആകുമ്പോ ക്യാൻസലാവും. ഷോ, ആ അത് പോട്ടെ. നമുക്കപ്പോൾ അടുത്ത ആഴ്ച ആ രവി സാറിൻ്റെ ബാക്കി വന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. രവി സാറിൻ്റെ വർക്കാ? അതേത് വർക്ക്? ആടാ, ആ പഴയ ജോസഫ് മേസർ ചെയ്തിട്ടേ ഇടക്ക് വെച്ച് നിർത്തിപ്പോയ വർക്കേ, അതിപ്പോൾ രവി സാർ എന്നെ ഏൽപ്പിച്ചേക്കണത്. അല്ല, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. ആ സ്കൂൾ പടിയിലേ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന രവി സാർ. ഓ, അങ്ങനെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണല്ലോ. ആ. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പ്രഭാഷകൻ 8-ാം അധ്യായം 19-ാം വാക്യം. അങ്ങേരെ എവിടെ താമസിക്കണത്? എടാ സ്കൂൾ പടിയുടെ പൊട്ടാ. ആ, ഷേ, നീങ്ങൊന്നേ, നീയാണ് പണി വെക്കാണ്. ചെല്ലങ്ങട്. ആ ഹലോ, ആ സാറേ. ആ അത് നമുക്ക് അടുത്ത ആഴ്ച തീർക്കാം സാറേ. ആ ആ ആ ഞാൻ വരാം, ഓഫീസിലേക്ക് വരാം. ഓക്കെ സാർ. അതാ നീ തീർക്കണ്ടേ ഇതിൻ്റെ അകത്ത്? വേറെ പണിയൊന്നുമില്ല. അപ്പം പോങ്ങട് കാന കീന കൂനാന്നൊക്കെ പോയി നടക്കുന്നുണ്ട്. ഇവരെയൊക്കെ പണിക്കെടുത്ത് എന്നെ വേണം പറയാനായിട്ട്. ആ പിന്നെ ഭ്രാന്ത്. ആ ഇവിടെ എവിടെയാന്നാടാ പറഞ്ഞത്? സംഗതി ഇവിടെ വരാനാ പറഞ്ഞത്. ആര്? ബ്രോക്കർ. എന്നാ നീ ഇവിടെ വണ്ടി ഒതുക്കിയേ. ഓ, ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. സത്യം. എടാ, ആ ശരിക്കും പറയാണ്ടല്ലോ, ദേ ഇത് തന്നെയാണ് ഞാനും ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത്. പിന്നല്ലാതെ ഇതിപ്പോ എത്രാമത്തെ പെണ്ണ് കാണല്ല നീ ഞാനും കൂടി. ഞാനിപ്പോ ഇടക്ക് വെച്ച് എണ്ണല് നിർത്തി. എന്നാലും ഒരു 25-ന് മുകളിലായിട്ടുണ്ടാവും അല്ലേ? കൃത്യമായിട്ട് പറഞ്ഞ എന്നേലും നീ കണ്ട പെണ്ണ് കാണല
എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുള്ളത് ഇത് നിന്റെ 37ാമത്തെ പെണ്ണ് കാണല. നിന്നെ സമ്മതിച്ചിരിക്കേണ്ട. അവസാനം നീ കണ്ടത് കുമ്പളങ്ങിയിൽ പഷ്ണിപ്പറമ്പിൽ ബീന. അപ്പൻ്റെ പേര് ചാക്കോ, അമ്മയുടെ പേര് മോളി. ഫോൺ നമ്പർ 9847166777. അതിനു മുമ്പ് ഏലൂർ ചൗക്കയിൽ പുതുശ്ശേരി ജോർജിൻ്റെയും ട്രീസയുടെയും മകൾ ഏഞ്ചൽ. ഫോൺ നമ്പർ 048425147774. ഇവരെ മൊബൈൽ നമ്പർ തന്നില്ല, ഈ ലാൻഡ് നമ്പറാണ് തന്നത്. മതി, നിന്നെ സമ്മതിച്ചെന്നിരിക്കണ്. നീയാടാ സുഹൃത്ത്. ഇനിയും കേൾക്കണം. ഏയ് വേണ്ട വേണ്ട, ഇനി നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരഞ്ഞു പോടാ. തെറ്റു ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 8-ാം വാക്യം. പിന്നെ എന്നെ വിളിക്കാതെ നീ ഒരേ ഒരു ഡീലാണ് നടത്തിയിട്ടുള്ളത്. വെണ്ണലയിൽ പുത്തൻ വീട്ടിൽ ജോസഫിൻ്റെയും മേരിയുടെയും മകൾ ബിന്ദുവിൻ്റേത്. അത് നല്ല പെൺകുട്ടിയായിരുന്നു. ഇടത്തേക്ക് അവളൊരു മറുകുണ്ടായിട്ട് വലത് കവളത്ത്, ഇടത് കവളിൽ മറുകുണ്ടായിരുന്നതേ വടുതല തറശ്ശേരി ദേവസി ലിസി ദമ്പതികളുടെ മകൾ ജെസി. ശരിയാട്ടാ, ഞാൻ മറന്നുപോയി. ഞാൻ മറന്നിട്ടില്ല, എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? വെണ്ണലയിലെ പെണ്ണാണ് ഏറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ച് കളഞ്ഞത്. അതെന്താണ്? ആ കല്യാണം മുടങ്ങിയപ്പോൾ നിന്റെ വിഷമത്തിൽ നിന്ന് നിന്നെ റിക്കവർ ചെയ്യാൻ ഞാൻ പെട്ട പാട്. ടോണി, ആ കുറച്ച് താമസിച്ചു പോയി. ചേട്ടാ, അതെ, നമ്മൾ ചെല്ലാന്ന് പറഞ്ഞ സമയം ആകുന്നുള്ളേ. എന്താണ് ചേട്ടാ വീട്ടുപേര്? പണ്ടാരപ്പറമ്പില്. അല്ല, ഇല്ലിക്കപ്പറമ്പിൽ നിന്നങ്ങണ്ടല്ലേ? അല്ല, അത് ഇല്ലേക്ക് പറമ്പില് പെണ്ണിന്റെ വീട്ടുപേര്, പണ്ടാരപ്പറമ്പില് എന്റെ വീട്ടുപേര്. ഞങ്ങൾ പെണ്ണിന്റെ വീട്ടുപേരാ ചോദിച്ചത്. ആ, പെണ്ണിന്റെ വീട്ടുപേര് ഇല്ലേക്ക് പറമ്പിൽ. പേര് സോഫി. ഓ, അപ്പന്റെ പേര് ജെയിംസ്. ആ, അമ്മയുടെ പേര് എലിസബത്ത്. ഓ, നല്ല പെൺകുട്ടിയാ. ആണല്ലേ? മോനുമായിട്ട് നല്ല ചേർച്ചയാ. അതിപ്പോ നമുക്ക് കാണുമ്പോ അറിയാലോ. ആരാ? ആര്? അല്ല, മോനെ. എന്റെ ക്ലോസ് ഫ്രണ്ട് ഏട്ടാ, പേര് അഗസ്റ്റിൻ. ഓ, ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി അടുത്ത ക്ലോസ് ആയിട്ടുള്ള ഒരാളാന്ന്. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് ചെല്ലാം. വാ, കേറിക്കോ, വണ്ടി കേറിക്കോ, വാടാ. എന്തിന്? ഏ ഇവിടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അത്ര ഒരു 3-4 അടി നടന്ന പെണ്ണിന്റെ വീടായി. അതെ. ആ, വാ, നടക്ക്. ആൻഡോ, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. എങ്ങനെയൊക്കെ ഉണ്ട് പണികള്? ഓ, അങ്ങനെ അങ്ങോട്ട് പോണു ചേട്ടാ. പിന്നെ ചേട്ടൻ ഞാൻ ഒന്ന് കാണാതിരിക്കണായിരുന്നു. എൻ്റെ പരിചയത്തിലൊരു പയ്യനൊരു പെണ്ണ് പോണമായിരുന്നു. ആർക്കാ? എൻ്റെ പെങ്ങളുടെ മോനെ വേണ്ടിയിട്ടാ. ഓ, അതിനെന്താ, നമുക്ക് ശരിയാക്കാം. ഒരുപാട് നാളായി പെണ്ണന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും അങ്ങോട്ട് നടക്കാനില്ല. എങ്ങനെയാടാ? കുത്തിത്തിരിപ്പും പാരവെപ്പൊക്കെ മറികടന്ന് ഒരു കല്യാണം നടത്താൻ ചിലരുടെ കാര്യത്തിലേ വലിയ ബുദ്ധിമുട്ടാ. ദേ, നിനക്ക് കേൾക്കണോ? ഞാൻ അറേഞ്ച് ചെയ്തൊരു ബന്ധം താലി അങ്ങ് കെട്ടിയാൽ മതി എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോഴാണ് മുടങ്ങിപ്പോയത്. മുടക്കിയതോ അടുത്ത കൂട്ടുകാരന്. അവൻ്റെ സംസാരം അന്ന് കേട്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. ഈ വിവരം ആ പയ്യനെ വിളിച്ചൊന്ന് പറയണമെന്ന് തോന്നിയിട്ടേ അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആ കല്യാണം മുടക്കിയേ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ അരികിൽ നിന്ന് ഈ പെണ്ണിൻ്റെ വീട്ടുകാരോട് വിളിച്ചു പറയുന്നതേ ഞാൻ കാറിലിരുന്ന് കേട്ടതാ. അപ്പൊ തന്നെ ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ കല്യാണം മുടക്കിയെ അത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട് ആ ചെറുക്കൻ. അപ്പൊ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവനൊന്ന് പൊളിച്ചടക്കണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഈ പയ്യനെ വിളിക്കുന്നത്. ദേ, ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. ഇതാ? ആ, ഈ പയ്യനാണ് ഞാൻ പറഞ്ഞ പയ്യൻ. എന്ത്? ഇവന്റെ കൂട്ടുകാരനാണ് ഇവന് പാര വെച്ച് ഞാൻ അറേഞ്ച് ചെയ്ത കല്യാണം മുടക്കിയത്.
ആ കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. പ്രഭാഷകൻ 47 അധ്യായം 22 വാക്യം. എന്താങ്ങളെ? എടാ, ആ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴേ ഉം. സൂക്ഷിച്ചും കണ്ടും വേണം. കല്യാണം കഴിക്കാൻ നടക്കണം. എന്താങ്ങളെ, എന്തു പറ്റി? നീ ഈ ചേട്ടൻ അറിയോ? അറിയാ. ചേട്ടൻ എന്റെ പരിചയക്കാരനാ. ആഹാ. എൻ്റെ മോനെ, ആ ഞാൻ നിനക്ക് കൊണ്ടുവന്ന ആ സോഫി മോളുടെ കാര്യമില്ലേ? അത് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല ഏട്ടാ. ആരോ എന്നെ പറ്റി അവരോട്. ആരുമല്ല, നിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ, നിന്റെ കൂട്ടുകാരൻ ആ അഗസ്റ്റിൻ. അവനാ നിന്റെ കല്യാണം മുടക്കിയത്. എടാ, അവൻ ആ വീട്ടുകാരോടെ നിന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ വിളിച്ചു പറയുന്നത് ആ വീട്ടുകാർ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ആ ഓഡിയോ ഈ ചേട്ടൻ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് കേൾപ്പിച്ചു കൊടുത്ത ചേട്ടാ. ബെസ്റ്റ് കൂട്ടുകാരൻ്റെ കയ്യിലിരിപ്പ്. ദേ കേട്ടോ, ഇങ്ങോട്ട് വന്നേ. എന്നാ കേക്ക് കണ്ട. എന്നാ ഇപ്പൊ മനസ്സിലായ? എടാ, ഈ വക കാര്യങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നിനക്ക് അനുഭവത്തിൽ മനസ്സിലായ? കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകൻ 33 അധ്യായം 1 വാക്യം. എടാ, ചതിയന്മാരെ ആരും തിരിച്ചറിയാൻ പഠിക്കണം. എന്തുറ്റാങ്ങളെ? ഏയ് ചേട്ടാ, ചേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഓ, ഞാൻ പറയുന്ന നമ്പർ വിളിച്ചിട്ട് ജോയി അല്ലെന്ന് ചോദിക്കണം. അതിനെന്താ? എൻ്റെ വർക്കുകൾ ഓരോന്നും അവസാന നിമിഷത്തിലാണ് ക്യാൻസലായി പോണത്. എന്താണെന്നറിയില്ല. ഇപ്പം അതിന് ഉത്തരം അറിയാൻ പറ്റും. ആ ആ ചേട്ടനൊന്ന് വിളിച്ചിട്ട് ജോയി അല്ലേ എന്ന് ചോദിക്ക്. ഓ, ആന്റോനെ ഒരു വർക്ക് ഏൽപ്പിക്കാന്ന് പറ. ആ അപ്പൊ എന്റെ തടസ്സങ്ങൾക്ക് ഉത്തരം കിട്ടും. ശരി ശരി. ആ, അതെനിക്ക് ഉറപ്പാണ്. അതിനെന്താടാ, ഞാനിപ്പോൾ തന്നെ വിളിക്കാം. എന്നിട്ട് സ്പീക്കറിലിടാം. ആ, എന്താ നമ്പർ പറഞ്ഞോ? 9496336028. ആ, വിളിച്ചോ. ആ, റിങ് ചെയ്യണ്ട്. സ്പീക്കറിലിട്. ആ ഹലോ. ഹലോ, ജോയി അല്ലേ? ആ അതെ. ഞാനൊരു വർക്കിൻ്റെ കാര്യം ആൻഡോയെ ഏൽപ്പിക്കുന്നതിനെ പറ്റി ചോദിക്കാനാ. ആളെങ്ങനെയാ? എൻ്റെ പൊന്ന് സാറേ, ജീരക സോഡ. അതിപ്പോ സത്യം പറയണോ അതോ നുണ പറയണോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു വർക്കിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ സത്യമല്ലേ പറയേണ്ടത്? സത്യം പറഞ്ഞാൽ മതി. സത്യം പറയാനാണെങ്കിൽ സാറേ, വിശ്വസിച്ച് വർക്ക് ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരു കോൺട്രാക്ടറിനെ ഞാൻ പറയും. കൃത്യസമയത്ത് പണി തീരില്ലേ. എവിടെ വർക്ക് തുടങ്ങിയാലും അത് പകുതിക്ക് വെച്ച് നിർത്തും. അതിന് കാരണം എന്താ? പണിയുടെ കുഴപ്പമാണേ എനിക്ക് പറയാനുള്ളത്. അത് ശരിയാവില്ല എന്നാ. അപ്പോ ഒരു നല്ല വർക്കറാണെന്ന് പറയാൻ പറ്റൂലേ? നിങ്ങൾക്ക് നല്ല വർക്കർ കിട്ടണമെങ്കിൽ ഈ ആന്റോനെ ഏൽപ്പിക്കരുത്. ആ,
ആ ഹലോ ഹലോ. അല്ല ജോയി എങ്ങനെയാണ് വർക്ക് എടുക്കാനൊക്കെ? അത് സാറേ, അത് സാറിൻ്റെ ഇഷ്ടം പോലെ. എന്താണ് സാറിൻ്റെ പേര്? ഓ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം ജോയിനെ. ഇങ്ങനെ പറഞ്ഞെന്നതിൽ വളരെ ഉപകാരം കേട്ടോ. ഓ ഓ ഓക്കെ. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് ഞാൻ വിളിച്ചോളാം. അപ്പൊ എന്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്കിള് നോക്കിക്കോ, അവൻ ഞാൻ വെറുതെ വിടില്ല. ആഹാ, ഞാൻ ആരാണെന്ന് അവന് ശരിക്കറിയില്ല. എടാ, നീ അവൻ തല്ലാനും കൊള്ളാൻ നിൽക്കണ്ട. നീ നിന്റെ കാര്യം നോക്ക്. അവനെ മനസ്സിലാക്കി മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. എടാ അഗസ്റ്റിനെ, എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ. എനിക്കും എവിടെയോ കണ്ടുപരിചയമുണ്ട്. ആ, എവിടെ വീട്? ദേ ഇവിടെ തന്നെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.